ഒരു വീഡിയോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടിട്ടുണ്ടാവില്ലേ? ഈ ഒരു വ്യക്തിനെ അത്രയും മുഷിഞ്ഞ രൂപത്തിൽ, അത്രയും നമുക്ക് കണ്ടാൽ അറുപ്പ് തോന്നുന്ന രീതിക്ക് ഇവരിങ്ങനെ റോട്ടിലൂടെ നടന്നു വരുന്നു. കുറേ ജനത അവരുടെ പിന്നാലെ വരുന്നു, അവരെ തൊഴുന്നു. അതുപോലെ അവർ കുടിച്ച ഗ്ലാസ്സിലെ വെള്ളം അവർ തിരിച്ച് താഴ്ത്തിടുമ്പോൾ അത് പ്രസാദം പോലെ അവരെടുത്ത് വെക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? എന്താണിത്? ഏതാണ് ഇവരെന്താണ്? അല്ലെങ്കിൽ ഇവരാരാണ്? ഇവർക്ക് എന്താണ് ഇത്രയും വലിയ സിദ്ധി എന്നുള്ളൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ? എന്നാൽ ഞാനും ഇതുപോലൊരു സംശയത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്താണ് ഈ കാണിക്കുന്നത്, എന്താണ് ഇതിൻ്റെ പിന്നിലെ കഥ എന്ന് അറിയാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാനും. ഇവരുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു ആദ്യം തിരുവണ്ണാമലയിൽ. ഒരു നമ്മുടെ ലിംഗങ്ങൾ എന്തോ 14 അങ്ങനെ എത്ര ലിംഗങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ ക്ഷേത്രത്തിൽ. അതിന് വലം വയ്ക്കും. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ജ്യോതിയമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അവരിപ്പോൾ ഇല്ല, പിന്നീട് വന്നതാണ്, ആ ഒരു പേരിൽ വന്നതാണ് ഇവർ തൊപ്പിയമ്മ. ഈ തൊപ്പിയമ്മ എന്നുള്ളൊരു പേര് വീഴാനുള്ള കാരണം, അവർ നമ്മളെപ്പോലെ ഒരു തൊപ്പി വെച്ച് നടക്കുന്നത് കൊണ്ടാണ് ഈ തൊപ്പിയമ്മ എന്നുള്ളൊരു പേര് വീണത്. പിന്നെ ഇവരുടെ കയ്യിലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ദിവ്യ ദൃഷ്ടി ഇവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഇതൊക്കെ എന്താണെന്ന് അവർ പറയുന്നത്, നമ്മൾ ഇതാക്കുന്നതല്ല, അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ മുന്നിൽ വന്നിട്ട് ഇവർ നമ്മളെ നോക്കിയിട്ട് അങ്ങനെയൊന്നും സംസാരിക്കില്ല. ഇവർ ആരുടെ അടുത്തും സംസാരിക്കില്ല, അല്ലെങ്കിൽ ചിരിക്കില്ല, അങ്ങനെയൊന്നുമില്ല. ഇവർ സംസാരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഇവർ കഴിക്കുന്നതിൻ്റെ പാതി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്നാണ്. കഴിഞ്ഞ 15 വർഷമോ എന്തോ ആയിട്ട് അവരവിടെ ഉണ്ട്. പക്ഷേ 2 വർഷമായിട്ടാണ് ഇവർ ദേവി ഇത് ജ്ഞാനം കിട്ടി മുന്നിലേക്ക് വന്നത് 2 വർഷമായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട് ഇവർ മുഖത്ത് തുപ്പും എറിയും. ഇവർക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ തുപ്പും മുഖത്ത് എറിയും. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവരെ പിന്നാലെ വിദേശത്തുനിന്ന് വരെ ചൊപ്പിയമ്മയെ അന്വേഷിച്ചുകൊണ്ട്, വിദേശത്തുനിന്ന് വരെ ചൊപ്പിയമ്മയെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ അന്വേഷിച്ച് തിരുവണ്ണാമലയിൽ വരാറുണ്ട്. ക്ഷേത്രത്തിൽ വരും, ഇവരെ കാണണം, ദർശനം ലഭിക്കണം. ഇവർക്ക് ഒരു കൂട്ടം ജനത ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ദേവിയായിട്ട് കാണുന്നുണ്ട്. ഒരു കൂട്ടം ജനത ഇവർക്കെന്തോ മാനസികമായിട്ട് എന്തോ ഒരു ഇതുണ്ട്. ഇവരാരാണെന്ന് കൂടി അറിയാത്ത ആൾക്കാരാണ്. പിന്നെ ഇവരെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത്ര കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ലിംഗം, ഇത്ര ചുറ്റണം എന്നുള്ളൊരു ഇതുണ്ട്. അത് 14 കിലോമീറ്ററോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടോ. ആ 14 കിലോമീറ്റർ ഒരാൾ ചുറ്റുമ്പോൾ തന്നെ ഇടങ്ങേറാവും എന്നാണ് പറയുന്നത്. പക്ഷേ 3 പ്രാവശ്യമൊക്കെ ഇത് ചുറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അത് അറിയുന്നവരും ഈ കണ്ടവരൊക്കെ ചില ആളുകൾ പറയുന്നു, എന്നാൽ ഒരു പ്രാവശ്യമാണ്, ഒന്നിൽ കൂടുതൽ ഒരാൾക്ക് ചുറ്റാൻ പറ്റില്ല, അതുകൊണ്ട് ഇവർ ദേവിയാണ് എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ ഇവരുടെ ദർശനം മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് പറയുന്നവരുണ്ട്. പിന്നെ ഇവർ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇരിക്കുന്നത്. ഇവർക്ക് ആവശ്യമായ പാക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, വെള്ളം, ചായ, ഇതൊക്കെ കടക്കാർ അവർ പോകുമ്പോൾ തന്നെ ഇവർക്ക് കൊടുക്കും. എന്നിട്ട് ഇത് കുടിച്ച് ഒരു സിപ്പ് ചെറുതായിട്ട് എടുത്തിട്ട് അവരുടെ കോലം കണ്ടാൽ തന്നെ നമുക്കറിയാം കളയും. അവരെ മുഷിഞ്ഞ കോലും അല്ലെങ്കിൽ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ ആരുടെയും ഒന്നും ഡ്രസ്സ് മേടിക്കാനോ അല്ലെങ്കിൽ ആരുടെയും അതൊന്നും സ്വീകരിക്കില്ല. പൈസ പോലും ഇവർ സ്വീകരിക്കില്ല എന്നാണ് പറയണത്. പിന്നെ എന്താണ് ഇവരിൽ നിന്നുള്ള ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ട്, ദേവിയിൽ നിന്ന് ദർശനം കിട്ടിയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇത് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നാണ് എൻ്റെ ഒരു സംശയം കേട്ടോ. കാരണം ഇത് അങ്ങനെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അങ്ങനെ വേണ്ടപ്പെട്ടവർ ഇവരെ കൊണ്ടുവന്ന് കാണിക്കണം, അല്ലെങ്കിൽ അതാണ് എൻ്റെ ഒരു കാരണം. അവർ ആ മുഷിഞ്ഞ കോലത്തിൽ തന്നെ അവർക്ക് ഒരുപാട് രോഗങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ വരുന്നവരുടെ വൈറസുകൾ, അല്ലെങ്കിൽ ഇവർ കുടിക്കുന്നത് കാരണം, ഇവർ കുടിക്കുന്നത് നമുക്കറിയാൻ പറ്റും. എത്ര വർഷം മുന്നുള്ളതാണ് മേത്ത് ഒലിച്ച് നിൽക്കാൻ ഈ ഷർട്ടിലുള്ളതെന്നൊന്നും നമുക്ക് നോക്കി അറിയാൻ പറ്റില്ല. ഈ ഇവർ കുടിച്ചതിൻ്റെ ബാലൻസ് എടുത്ത് കുടിക്കുന്ന ദർശനം, ഇവർക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നതെന്നും എനിക്കറിയില്ല. ഇതൊക്കെയാണ് ഇവരുടെ കഥ. കാരണം ഇവർ മുഖത്ത് നോക്കി തുപ്പും, ചിലപ്പോൾ അടിക്കും. ഇതൊക്കെ ചെയ്തതിന് ഇവരൊരു ദേവിയുടെ ഒരു ഇതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ആരെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടി മേടിച്ച് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് കാണുന്നത്. നിങ്ങളെ പോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഇതെന്താണ്, ഒരുപാട് കാണാറുണ്ട് നമ്മൾ ഈ സ്വാമിമാരായിട്ടും ദേവിമാരായിട്ടും ഒരുപാട് പേർക്ക് ഇത് കിട്ടിയിട്ട് വരുന്നത്. അതുപോലൊരു വ്യക്തിയാണ് എന്ന് വിചാരിച്ചപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ട്. അപ്പോൾ ഈ ആളുകൾ പുറത്ത് നിന്ന്, അതിൽ വിദേശത്ത് നിന്ന് വരുന്നവർ വരെയും ഇവരെ പിന്നാലെ പോയിട്ട് ഇവർ കുടിച്ച ഗ്ലാസ്സിൽ നിന്നും പാതി കുടിക്കുന്നു, എന്താ പറയുക, ഇത് കൊടുക്കുന്ന പോലെയൊക്കെ മേടിക്കുന്നു, എന്തൊക്കെയോ സംതിങ് എന്നൊക്കെ പറയാലോ. അതുപോലെ തിരുവണ്ണാമലയിലാണ് ഈ ഒരു സംഭവം. തൊപ്പിയമ്മ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് അവരിവിടെ ഉണ്ട്. പക്ഷേ 2 വർഷമായിട്ടാണ് ഈ ദേവി എന്നുള്ളൊരു പട്ടം ഇവരുടെ മുന്നിലേക്ക് ചാർത്തി കിട്ടിയത് എന്നൊക്കെ പറയുന്നത്. എന്താണെങ്കിലും എനിക്ക് പറ്റിയ അറിവ് ഞാൻ തന്നു, നിങ്ങൾക്ക് പറ്റിയ അറിവ് നിങ്ങൾക്ക് എടുക്കാം.